KSEBയുടെ വർക്കർ പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയായിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കുറച്ചധികം പേര് കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. കാരണം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ അവിടെ ജോലിക്ക് പ്രവേശിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസ്ഫർ വാങ്ങി നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ചെയ്തിരുന്ന ഒരു രീതിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് കേരള PSC ചില പുതിയ റെസ്ട്രിക്ഷൻസ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അതായത് ചില ജില്ലകളിൽ 5 വർഷത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കില്ല, ചില ജില്ലകളിൽ 10 വർഷത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പുതിയ ചില അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ല സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു ജില്ല സെലക്ട് ചെയ്യേണ്ടത്, ഏത് ജില്ലയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഒരു KSEB വർക്കർ പോസ്റ്റിൽ വന്നിരിക്കുന്ന സാലറി 24,400 മുതൽ 43,600 വരെയാണ്. 985 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 985 വേക്കൻസി എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്കൊന്നും വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വേക്കൻസീസിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2,500 അല്ലെങ്കിൽ 3,000ന്റെ മുകളിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 4,000-ലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് KSEB വർക്കർ. ഇപ്പൊ 985 വന്നിട്ടേ ഉള്ളൂ. അതെന്തായാലും ഇംപ്രൂവ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിലെ ജില്ലകളിൽ ചില ജില്ലകളിൽ കൃത്യമായിട്ട് അവർ ചില റൂൾസുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് 1 ഡിസ്ട്രിക്ട് റൂളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു ജില്ല മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 ഇയർ ലോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കാൻഡിഡേറ്റ് കനോട്ട് ട്രാൻസ്ഫർ ടു അനദർ ഡിസ്ട്രിക്ട് അണ്ടിൽ കംപ്ലീറ്റിംഗ് 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ട്രാൻസ്ഫർ കിട്ടുന്നല്ല, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ റൂൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ബാധകമല്ലാത്ത ചില ജില്ലകളുണ്ട്, അവിടെയാണ് 10 ഇയർ ലോക്ക് വരുന്നത്. അതായത് ഇഫ് അപ്ലൈയിങ് ടു ഇടുക്കി, വയനാട്, കാസർഗോഡ്, അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു വർക്കിംഗ് അറേഞ്ച്മെന്റ് ഡെപ്യൂട്ടേഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് അറ്റ്ലീസ്റ്റ് 10 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജില്ലകളിലുണ്ടല്ലോ, ഇടുക്കി, വയനാടൊക്കെ പോലുള്ള മലയോര പ്രദേശങ്ങളും അതേപോലെ കാസർഗോഡ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും അറ്റത്തുള്ള ഈ ഒരു ജില്ലകളിലൊക്കെ ആളുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളാണിത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലി പ്രവേശിച്ചിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 10 ഇയർ ലോക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ, ഈ 3 ജില്ലകളൊക്കെ ബാക്കി ജില്ലകളിലൊക്കെ 5 ഇയർ ലോക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു ജില്ല സെലക്ട് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. സോ ഈ പോയിന്റ് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ, ഉദാഹരണത്തിന് കാസർഗോഡുള്ള ഒരാൾ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാവുന്ന ലൈഫിൽ നഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് സമയമാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അതായത് ഒരു ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം സ്പെൻഡ് ചെയ്യാനുള്ള കുറേ പ്രഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ടൈം ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുക. എൻ്റെ ഒന്നാമത്തെ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരുപാട് വേക്കൻസി ഉണ്ട് എന്ന് കരുതി ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അപ്ലൈ ചെയ്യരുത്. അത് മണ്ടത്തരമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെ ഒരു ജോലിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയോറിറ്റി മറ്റു പലതുമായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൻ്റെ പ്രസൻറ്റേഷനിലേക്ക് പോവാണ്. അതായത് ജില്ലകളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് ഹൈ ഡെൻസിറ്റി ജില്ലകളായിട്ട് കാണുകയാണ്. അതേപോലെ തന്നെ മീഡിയം ഡെൻസിറ്റി ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡെൻസിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം വേക്കൻസീസ് വന്നിരിക്കുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് വേക്കൻസി വന്നിരിക്കുന്നത് കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ജില്ലയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾ വയനാട് കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. വയനാട്ടിൽ എത്ര ഒഴിവാളുള്ളത്, 26 ഒഴിവാളുള്ളത് അല്ലേ? വയനാട്ടിൽ 26 ഒഴിവാളുള്ളത്. എന്നാൽ അതേ
അതേസമയം എറണാകുളത്ത് 139 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, വയനാട്ടിൽ 139 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് കിട്ടാൻ സാധ്യത കൂടുതൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം എവിടെയായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, ഇവിടെ ഒരു 6000 പേര് അപ്ലൈ ചെയ്യുക, എത്രയൊന്നും ആയിരിക്കില്ല, ഞാൻ ജസ്റ്റ് നമ്പർ പറയുകയാണ്, ഇവിടെ ഒരു 6000 പേരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ചിലപ്പോൾ 1000 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവുക? ഇവിടെയായിരിക്കും. വേക്കൻസീസ് കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ലോജിക്കലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എറണാകുളം ജില്ല വലിയൊരു ജില്ലയാണ് അല്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 14 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ ഒരു ജില്ലയിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്നാൽ വയനാട് ഒരു ചെറിയ ജില്ലയാണ്, അവിടെ ആകെ 3 കോൺസ്റ്റിറ്റ്യുവൻസിയെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവായിരിക്കും വയനാട്ടിൽ, വേക്കൻസിയും കുറവാണ്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടുതലായിരിക്കും, വേക്കൻസിയും കൂടുതലാണ്. എന്ന് വെച്ചാൽ 139 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 26 ആണ്. അപ്പോൾ വേക്കൻസീസ് നോക്കിയിട്ട് നിങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് എറണാകുളത്തുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും വയനാട്ടിലേക്ക് വരരുത്. കാരണം വയനാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ 10 ഇയർ ലോക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ അവിടെ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതായത് ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ വയനാട്ടിലും പോലെ തന്നെയാണ്, കാസർഗോഡ് 32 ആണ്, അവിടെയും വേക്കൻസീസ് എന്തായിരിക്കും? കുറവാണ് എന്നുള്ളതുപോലെ തന്നെ അപ്ലിക്കൻസിൻ്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഓരോ ജില്ലയും നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജില്ലകളൊക്കെ നോക്കി, കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം, ഈ ജില്ലകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70 ഇടയിൽ വന്നിട്ടുള്ളതാണ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ ജില്ല മാറി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കണ്ണൂരിലുള്ള ഒരാൾ ഒരിക്കലും ആലപ്പുഴ കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. കാര്യം എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ യാത്ര എന്ന് പറയുന്നത്, കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് 5-6 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം യാത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ പാലക്കാടും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്, ഇപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട്, മലപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ, കോഴിക്കോട്, മലപ്പുറം അത്യാവശ്യം വലിയ ജില്ലകളാണ്. അപ്പോൾ കോഴിക്കോടുള്ള ഒരാൾക്ക് മലപ്പുറത്തേക്ക് പോവുക, മലപ്പുറത്തുള്ള ഒരാൾ കോഴിക്കോടേക്ക് വരിക എന്ന് പറയുന്ന സമയത്ത് വലിയൊരു ട്രാവൽ അവിടെ വരുന്നില്ല. എന്നിരുന്നാലും സ്വന്തം ജില്ലയിൽ തന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് ജില്ലകളിൽ തന്നെ നോക്കുക. അപ്പോൾ കോഴിക്കോട്, മലപ്പുറം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് വരികയാണെങ്കിൽ കോഴിക്കോട് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് അപ്ലിക്കൻസ് രണ്ടിടത്തും ഏതാണ്ട് ഒരേപോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സിൽ നിങ്ങൾക്ക് ഈ ജോലി അത്രയും നെസസറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്ത് ചൂസ് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് ചൂസ് ചെയ്യാം. ഇനി തിരുവനന്തപുരം, ഇടുക്കിയിൽ തിരുവനന്തപുരം അത്യാവശ്യം വലിയ ജില്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്ലിക്കൻസിന്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇടുക്കി അതേപോലെ തന്നെ, ഇടുക്കിയിൽ അത്യാവശ്യം നല്ല നമ്പർ വന്നിട്ടുണ്ട്. ശരിക്കും ഏറ്റവും പോസിബിലിറ്റീസ് കൂടുതൽ, അതായത് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ജില്ലകളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇടുക്കിയാണ് പറയുക. അതിന്റെ കാരണം ഇടുക്കി എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശം ആയതുകൊണ്ടും അവിടേക്കുള്ള ട്രാവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടും ഇടുക്കിയിലുള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവായിരിക്കും. പക്ഷേ വേക്കൻസീസ് അത്യാവശ്യം നല്ല നമ്പേഴ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളൊരു ജില്ല സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ വേക്കൻസീസ് കൂടുതൽ തിരുവനന്തപുരം, എന്നാൽ പിന്നെ തിരുവനന്തപുരം കൊടുത്തേക്കാം, അതല്ല രണ്ടാമത്തെ വേക്കൻസീസ് ഇവിടെ കോഴിക്കോട്, അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത്. ആ ട്രാൻസ്ഫറിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു അനാലിസിസിലേക്ക് നിങ്ങൾ എത്തുക. ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നില്ല, അതായത് നിങ്ങൾ ഇന്ന ജില്ല സെലക്ട് ചെയ്യണം, ഇന്ന സെലക്ട് ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, അതായത് മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുന്ന അത്രയും ദൂരത്തിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? അപ്ലൈ ചെയ്യരുത്. ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഇല്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. പല ആളുകളും വേക്കൻസി മാത്രം നോക്കി അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്, അത് ശരിയല്ല. അതേപോലെ വയനാട്, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ അപ്ലൈ ചെയ്താൽ എപ്പോഴും സാധ്യത കൂടുതൽ തന്നെയാണ് കേട്ടോ. അവിടെ അപ്ലിക്കൻസ് കുറവായതുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷേ അവിടെ 10 വർഷം അവിടെ തന്നെ സർവീസ് ചെയ്യേണ്ടി വരുന്ന ഒരു റൂള് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലൈൻമാൻ പോസ്റ്റിൽ 1ാം റാങ്ക് വന്നിട്ടുണ്ട് വയനാട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ എക്സാമ്പിൾ 3rd റാങ്ക് വന്നിട്ടുണ്ട് ആയുർവേദ മെഡിക്കൽ കോർപ്പറേഷനിൽ. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ
ബാച്ചിൽ 3rd റാങ്ക്. ഇതൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് റിസൾട്ടിൽ വന്നിട്ടുള്ള സഞ്ജയ് മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടാണ്. ഇതുപോലെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ എൻട്രിയുടെ ടീം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർക്കർ പോസ്റ്റിൽ നേടിയെടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്കും ഒരു മികച്ച വിജയം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പോസ്റ്റ് അത്ര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് അല്ല. അത്യാവശ്യം കോമ്പറ്റീഷൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ എൻട്രി ചൂസ് ചെയ്യണം? ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് 200 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ സിലബസിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ടാവും. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ. അതുകൂടാതെ നോട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ ലഭിക്കുന്നുണ്ടാവും. മെൻറ്റർഷിപ്പ് ഉണ്ട്. അതേപോലെ എക്സാംസ്, PSC എക്സാം എങ്ങനെയാണോ നടത്താൻ പോകുന്നത് അതേപോലെയുള്ള മോക്ക് എക്സാംസുകൾ ലഭിക്കും. അതേപോലെ വീക്ക്ലി മന്ത്ലി എക്സാംസുകൾ നിങ്ങളുടെ ഏത് ലെവലിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ റിവിഷൻ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രി ആപ്പിലെ KSEB വർക്കർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് ടെക്നിക്കൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് എൻട്രി ആപ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിലൂടെ ആ റിസൾട്ടും ചരിത്രവും ആവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. KSEB വർക്കറിൻ്റെ അടുത്ത പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ KSEB വർക്കർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങൾക്ക് തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.